നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴുള്ളൊരു സംശയമായിരിക്കും നിങ്ങളുടെ ലുക്ക് നിങ്ങൾക്ക് എങ്ങനെ കോളേജിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ആ ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങൾ ഇന്ന് തന്നെ കാണുന്ന ഈ ലെവലാക്കി മാറ്റിയത്. ആ ബോഡി ലാംഗ്വേജ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം നമുക്ക്. ഈ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലുക്ക് എങ്ങനെ ബെറ്ററായിട്ട് കോളേജിൽ കാണിക്കാം എന്നുള്ള കാര്യത്തിൽ. പിന്നെ അവസാനം ബോണസ് ടിപ്പായിട്ട് ആറാമത്തെ ഒരു ടിപ്പും കൂടെ പറയാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമായിരിക്കും. ശരിക്കും ഈ കോളേജ് ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും സമയത്ത് പോകുന്നത്, വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പോകുന്ന സമയത്ത്. പക്ഷേ കോളേജ് അങ്ങനെയല്ല. നിങ്ങൾ ഫുൾ ടൈം അല്ലെങ്കിൽ കോളേജ് സ്പെൻഡ് ചെയ്തത് 4 പേർക്കിടയിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സിനൊക്കെ ആയിട്ടായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ സമയം നിങ്ങൾക്ക് എല്ലാവരോടും പോയി സംസാരിക്കാൻ പറ്റില്ല. കൂടുതൽ ആൾക്കാർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരോടൊന്നും പോയി സംസാരിക്കാൻ പറ്റില്ല. ഈ സംസാരിക്കാൻ തന്നെ നിങ്ങളുടെ ലുക്ക് ബെറ്ററായിട്ട് അവർക്ക് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും? ഈ സമയത്താണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇവിടെ റോൾ വഹിക്കുന്നത്. അതായത് നിങ്ങൾ അവരോട് സംസാരിക്കാൻ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് മെസ്സേജ് കൊടുക്കും. നിങ്ങളൊരു ആൽഫാ മെയിലാണ്, നിങ്ങളോട് ആരും മെസ് ചെയ്യരുത്, നിങ്ങൾ ഭയങ്കര വേറെ ലെവലാണ് എന്ന കാര്യമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ലുക്കാണ്. ആ സമയത്തെ ലുക്ക് നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു മെസ്സേജ് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ ആ സമയത്ത് ലുക്ക് അടിപൊളി ഒരു ആൽഫാ മെയിൽ ലുക്ക് ആണെങ്കിൽ, ഇവനോടൊന്നും സംസാരിക്കരുത്, ഇവൻ ഗ്രൂപ്പ് ലീഡറാണ്, ഇവൻ ആൽഫാ മെയിലാണ് എന്നൊരു മെസ്സേജ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. അതല്ല ഇപ്പം നോർമലായിട്ടുള്ള ഒരു സാധാരണ ഒരു ലുക്കുള്ള ഒരാളാണെങ്കിൽ, ഇവൻ നോർമലായിട്ടുള്ള ഒരാളാണ്, മൈൻഡ് ഒന്നും ചെയ്യേണ്ട, ആ ഒരു മെസ്സേജ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. ഇങ്ങനെ നിങ്ങൾ ആൽഫാ മെയിലാണെന്ന് ഇംപ്രഷൻ അവർക്ക് കിട്ടണമെങ്കിൽ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആസ്പെക്റ്റാണ് ബി ദി മിഡിൽ മാൻ. അതായത് നമ്മൾ ഗ്രൂപ്പായിട്ട് കോളേജിൽ ഇരിക്കുമായിരിക്കും, മുഴുവൻ സമയം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും. കാരണം നമ്മൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നടന്നു പോവുക, ഫ്രണ്ട്സായിട്ട് ഇരിക്കുക, എങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫ്രണ്ട്സ് കൂടെ തന്നെ പോവുക, അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ബി ദി മിഡിൽ മാൻ എന്നൊരു ആസ്പെക്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്റ്റാൻഡ് അലോണായിട്ട് കാണിക്കും. നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഗ്രൂപ്പ് ലീഡറാണെന്നും നിങ്ങൾ ഗ്രൂപ്പിൽ മേജറായിട്ടുള്ള ഒരാളാണെന്നും നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണെന്ന ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ബി ദി മിഡിൽ മാൻ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. നിങ്ങളൊരു ഗ്രൂപ്പിൽ 4-5 പേരുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രൂപ്പിലൊരു മെമ്പറാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പിൽ ബ്ലെൻഡർ ആയിരിക്കും. ഇങ്ങനെ ഒരാളുള്ളത് കൂടി ഗ്രൂപ്പിൽ അങ്ങനെ ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം ഒരു 5-6 പേരുണ്ടെങ്കിൽ 5-6 പേരിൽ ഒരാളായിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ ഗ്രൂബി ആയിരിക്കും. ഗ്രൂബി എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ഗ്രൂപ്പിലുണ്ട്, പക്ഷേ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഒപ്പീനിയനൊന്നും വില ഉണ്ടാവില്ല. നിങ്ങളൊരു മൂലക്ക് സൈഡിൽ മാറി നിൽക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ കൂടി ആരും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ കൂടി ഗ്രൂപ്പിൽ വേറെ ആരും സംസാരിക്കുന്നതല്ലാതെ നിങ്ങളുടെ അടുത്തൊന്നും കാര്യം പറയില്ല. നിങ്ങൾ ഒരിക്കലും ഗ്രൂപ്പ് ആയിരിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഗ്രൂപ്പ് ആയിരിക്കാതെ നിങ്ങളൊരു സ്റ്റാൻഡ് അലോണായിട്ട് ആവണമെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബി ദി മിഡിൽ മാൻ. സപ്പോസ് നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഒരുമിച്ചിരിക്കുന്നു വിചാരിക്കുക, ഒരു ബെഞ്ചിൽ ഗ്രൂപ്പ് ആയിരിക്കാൻ വിചാരിക്കുക. നിങ്ങൾ ഒരിക്കലും അറ്റത്തിരിക്കരുത്, ഈ അറ്റത്ത് അല്ലെങ്കിൽ ആ അറ്റത്ത് ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾ നെഗ്ലിജിബിൾ ആയി പോകും. കാണുന്ന ആൾക്കാർക്ക് നിങ്ങളൊരു അൺഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്, സ്പെഷ്യലായിട്ടുള്ള ഒരാളൊന്നും അല്ല, ആ ഗ്രൂപ്പിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഏതോ ഒരാളെന്ന് ഇംപ്രഷൻ ക്രിയേറ്റ് ഉണ്ടാവുക. ആ സമയത്ത് ബി ദി മിഡിൽ മാൻ എന്ന കാര്യം യൂസ് ചെയ്യുക. എപ്പോഴും മിഡിലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു 5 പേരുണ്ടെങ്കിൽ 5ാമത്തെ ഒരാൾ നിങ്ങളായിരിക്കണം. അതായത് മിഡിലിൽ നിങ്ങൾ ഇരിക്കണം. പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് നടന്ന് ഗ്രൂപ്പായിട്ട് ക്യാനിൽ പോവുക, ഗ്രൗണ്ടിലേക്ക് പോവുക, കോളേജ് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോവുക. ആ സമയത്തൊക്കെ നിങ്ങൾ എപ്പോഴും മിഡിലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. 5 പേരുണ്ടെങ്കിൽ 2 പേര് ഇപ്പുറത്ത് 2 പേര് ഇപ്പുറത്ത്, സെൻറ്റർ നിങ്ങൾ ഇരിക്കാൻ നോക്കുക. ഇതൊരു ആൽഫാ മെയിലിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടർ ഫീച്ചറും കൂടെയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഇവൻ ഗ്രൂപ്പ് ലീഡറാണ്, ഇവൻ ആൽഫാ മെയിലിൻ്റെ ഒരു ഫീച്ചറുള്ള ഒരാളും കൂടെയാണ്, ഇവരോട് ആരും പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊരു ഇംപ്രഷൻ ആയി ക്രിയേറ്റ് ഉണ്ടാവുക. എപ്പോഴും ബി ദി മിഡിൽ മാൻ എന്ന ഒരു റൂൾ ചൂസ് ചെയ്യുക. എപ്പോഴും ഇത് ഉപയോഗിക്കുവാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ലീഡറാണ്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിച്ച് വരുവാണെങ്കിൽ കൂടി നിങ്ങളുടെ അടുത്തായിരിക്കും വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്, ഒപ്പീനിയൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കും. കാരണം നിങ്ങളുടെ ഇംപ്രഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആ സമയത്ത് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഗ്രൂപ്പ് ലീഡറാണെന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ മിഡിൽ മാൻ റൂൾ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. കാരണം അവർ ക്രിസ്റ്റൽ കിങ് സ്റ്റുഡിയോസ് എന്ന ഈ യൂട്യൂബ് ചാനൽ അവർ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ക്രിസ്റ്റൽ കിങ് സ്റ്റുഡിയോസ് എന്ന ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂവിലേക്ക് സ്റ്റഡ്. അതായത് സാധാരണ ബാഗ്, വാച്ച്, അതുപോലെ ഷൂ ഇട്ടായി കോളേജിൽ പോകുന്നുണ്ടാവുക. ഈ ലുക്ക് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതങ്ങനെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒരു കൈ എടുത്ത് പുറത്തേക്ക് ഇടാം. ഇങ്ങനെ ബാഗ് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ട് ഈ ലെവലിൽ ഇടുക. ഒരു കുറച്ച് ലൂസാക്കുക. ഒരു കുറച്ച് ഫ്രണ്ടിലേക്ക്, മുമ്പിലേക്ക് കുറേ വരാൻ പാടില്ല, കുറച്ച് ഫ്രണ്ടിലേക്ക്. എന്നിട്ട് ഈ ഒരു കൈ ഉണ്ടല്ലോ, ഈ ഒരു കൈ പോക്കറ്റിലിടുക. പോക്കറ്റിട്ടിട്ട് ഒന്ന് കുറച്ച് സ്റ്റൈലായിട്ട് നടക്കുക. ഇപ്പോൾ താഴെ നോക്കിയിട്ടൊന്നും നടക്കരുത്. താഴെ നോക്കി നടന്നാൽ തന്നെ വീക്കാണെന്ന് മനസ്സിലാവും. എപ്പോഴും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ കണ്ണിൽ നോക്കുന്ന പോലെ നടക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു ഹായും കൊടുക്കുക. കാണുന്ന ആൾക്കാർക്ക് പറ്റിക്കഴിഞ്ഞാൽ 2-3 ആൾക്കാർക്ക് വിഷും കൊടുക്കാം.
നിങ്ങൾ സാധാരണ എപ്പോഴും ബാഗ് ഇങ്ങനെ ഇട്ട് പോകുന്ന ലുക്കിനേക്കാളും ഇത് കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. സൈഡിൽ ഒരു കൈ സൈഡിലിട്ടിട്ട് ഒരു കൈ പോക്കറ്റിലിട്ടിട്ട് നേരെ നേരെ നോക്കിയിട്ട് വരുന്ന ആൾക്കാരെ മുമ്പിൽ കണ്ണിലെ ആ ഒരു ലെവലിൽ നോക്കിയിട്ട് നടക്കുക. ഇത് കുറേ അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട്. സാധാരണ എല്ലാവരും ബാഗ് ഇടുന്ന പോലെ നടക്കുവാണ്, നിങ്ങളൊരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ള ഫീലായിരിക്കും അവരുണ്ടാവുക. അതേപോലെ നിങ്ങൾ താഴെ നോക്കിയിട്ട് നടക്കുവാണെങ്കിൽ ഒരു നേടാന്ന ഫീലായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിനെ കുറച്ച് ഡിഫറെൻറ്റ് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറേ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ആ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ സ്റ്റാൻഡ് അലോണായിട്ട് കാണാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് കാണാനായിട്ട്. മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൾവേസ് ക്യാരി എ ഫ്രേഗ്രൻസ്. അതായത് നിങ്ങൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ കോളേജിൽ 4 പേർക്കിടയിൽ ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്ത് നല്ല ഫ്രേഗ്രൻസ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും കയ്യിലൊരു ഡിയോഡറൻറ്റ് കരുതുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്ത് വീട്ടിൽ സ്പ്രേ ചെയ്താൽ ആ ഫ്രേഗ്രൻസ് ഒക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറിയൊരു ബോട്ടിൽ ചെറിയൊരു പോക്കറ്റ് ആയിട്ടുള്ള ഒരു ഡിയോഡറൻറ്റ് കയ്യിൽ കരുതുക. എന്നിട്ട് ഇടയ്ക്ക് നിങ്ങൾ ഡിയോഡറൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഫ്രേഗ്രൻസ് റീസ്റ്റോർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്ത് കോളേജ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ലുക്കൊക്കെ അടിപൊളിയാണ്, പക്ഷേ അടുത്തൊരു സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് മോശമാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ലുക്ക് തന്നെ അവിടെ എഫക്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങളുടെ ലുക്കും ബെറ്ററാണ്, അതേസമയം നല്ലൊരു ഫ്രേഗ്രൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ അടിപൊളിയാണ്, അതേസമയം നിങ്ങൾ സ്മെല്ല് ചെയ്യുമ്പോൾ അടിപൊളിയാണെങ്കിൽ നിങ്ങളുടെ സമയത്ത് കുറച്ച് അട്രാക്റ്റീവായി കാണാൻ പറ്റും. നാലാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോട്ട് അവൈലബിൾ ഓൾവേസ്. അതായത് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആവാതിരിക്കുക. ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു വസ്തുവാണെങ്കിൽ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കുറയും, അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ കുറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ എപ്പോഴും അവൈലബിൾ ആവാതെ നിങ്ങൾ അവരെ വിളിക്കുന്ന സമയത്ത് ആ സമയം സംതിങ് യു ഹാവ് ടു ഡു ബെറ്റർ. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് കാര്യമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ അവർ വിളിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കൊരു സെൽഫ് റൊട്ടീൻ ഉണ്ട്, നിങ്ങളൊരു ഹാബിറ്റ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഒഴിവാക്കിയിട്ട് പോയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. വെറുതെ പോയിട്ട് സമയം കളഞ്ഞേക്കാൾ നല്ലതാണ് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ബെറ്റർ ആക്കുന്ന കാര്യങ്ങളൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. വെറുതെ അവർ വിളിക്കുന്ന സമയത്ത് ഞാനില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാതെ കറക്റ്റായിട്ടുള്ള റീസൺ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, എനിക്കിത് ചെയ്യാതെ വരാൻ പറ്റില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ പോയിട്ട് പോകാൻ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കാൻ നോക്കുക. എന്നിട്ട് ആ സമയം നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആ സമയം യൂസ് ചെയ്യുക. അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൾവേസ് ഡ്രസ് ബെറ്റർ. അതായത് നിങ്ങൾ പോകുന്ന ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ നോക്കുക, ബെറ്ററായി ഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഷൂസ് ആക്സസറീസൊക്കെ കറക്റ്റായിട്ടുള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ എക്സ്ട്രാ ലോഗോസ് പൂക്കളൊക്കെ ഉള്ള ഷർട്ട് ടീഷർട്ടൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. അത് കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ സാധാരണ ഇടുന്നതുപോലെ പൂക്കളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ലോഗോസ് ഉള്ള ഷർട്ട് ഇടുവാണെങ്കിൽ അത് ഒരു അൺഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്, അല്ല അട്രാക്റ്റീവ് ഇല്ലാത്ത ഒരാളെന്നൊരു ഇമ്പ്രഷനൊക്കെ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം ഒരു പ്ലെയിൻ ആയിട്ട് കുറച്ചുകൂടെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുവാണെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് കാണാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ ഡ്രസ്സ് ബെറ്ററായിട്ട് ധരിക്കുവാണെങ്കിൽ തന്നെ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ബാഡ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഗുഡ് പേഴ്സൺ ആണോ ഇംപ്രഷൻ ഉറപ്പായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ബെറ്റർ ഡ്രസ്സ് ആണെങ്കിൽ കാണുന്ന ആൾക്കാർ നിങ്ങൾ സംസാരിക്കാതെ തന്നെ നിങ്ങൾ ഗുഡ് പേഴ്സൺ ആണ്, സ്മാർട്ടുള്ള ആൾക്കാരാണ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും ബെറ്ററായി ഡ്രസ്സ് ചെയ്യാൻ നോക്കുക, നല്ല ഇംപ്രഷൻ മറ്റുള്ള ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും, നിങ്ങൾ ഗുഡ് പേഴ്സൺ ആണ്, നിങ്ങൾ ബാഡ് പേഴ്സൺ ആണെന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ആറാമത്തെ പ്രോ ടിപ്പ് എന്താണെന്ന് പറയാം, ആൾവേസ് മെയിൻറ്റെയിൻ എ ഡിസ്റ്റൻസ്. അതായത് എല്ലാവർക്കും ഒരു സർക്കിൾ ഉണ്ട്, ഒരു ഇൻവിസിബിൾ സർക്കിൾ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇൻവിസിബിൾ സർക്കിൾ ഉണ്ട്. ആ സർക്കിൾ കഴിഞ്ഞുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുക. അത് ഒരു ഫ്രണ്ട് ആണെങ്കിൽ കൂടി ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ കൂടി എല്ലാവർക്കും ഒരു സർക്കിൾ ഉണ്ടാവും. ആ സർക്കിൾ കയറി ചെന്ന് കഴിഞ്ഞാൽ പോടാ എൻ്റെ കാര്യം നോക്കിക്കോളാം, നീ കാര്യം ഇടപെടാൻ വരണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടാവും. എല്ലാവർക്കും ആ ഒരു സർക്കിൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കീപ്പ് യുവർ ഹാൻഡ്സ് വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ ഒരിക്കലും ആ സർക്കിൾ ഉള്ളിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സർക്കിൾ നിങ്ങളിരിക്കുക, അവരുടെ സർക്കിൾ അവരിക്കട്ടെ. നിങ്ങൾ ആ സർക്കിളും കഴിഞ്ഞുള്ളിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വാല്യൂ പോകാതിരിക്കാനും നിങ്ങൾ റെസ്പെക്റ്റ് പോകാതിരിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു അട്രാക്റ്റീവ് ആളായിട്ടായിരിക്കും കോളേജിൽ കാണുന്നുണ്ടാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കുറേ കൂടെ നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ